ഇത് ഞാൻ പത്രത്തിൽ കണ്ട ഒരു കഥയാണ്. അതുമായി റിലേറ്റ് ചെയ്ത് വലിയൊരു സംഭവമാണുള്ളത്. ഞാൻ വായിക്കാം. ആശ്രമത്തിലേക്കുള്ള പച്ചക്കറികൾ അന്തേവാസികളായ കുട്ടികളാണ് വാങ്ങുന്നത്. സമീപത്തുള്ള ആശ്രമങ്ങളിലെ 2 കുട്ടികൾ പച്ചക്കറികൾ വാങ്ങുവാനുള്ള യാത്രക്കിടെ കണ്ടുമുട്ടി. ഒന്നാമൻ ചോദിച്ചു, "നീ എങ്ങോട്ടാണ്?" രണ്ടാമൻ പറഞ്ഞു, "എൻ്റെ കാലുകൾ എങ്ങോട്ടാണോ എന്നെ നയിക്കുന്നത് അങ്ങോട്ട് പോകും." ചിന്താക്കുഴപ്പത്തിലായ ആദ്യ കുട്ടി ഗുരുവിൻ്റെ അടുത്തെത്തി ഉത്തരത്തിലെ പ്രശ്നം പറഞ്ഞു. ഗുരു ഉപദേശിച്ചു, "നാളെ കാണുമ്പോൾ ചോദിക്കണം, കാലില്ലെങ്കിൽ നീ എങ്ങോട്ട് പോകും?" രണ്ടാം ദിനവും കണ്ടപ്പോൾ ഒന്നാമൻ ചോദിച്ചു, "നീ എങ്ങോട്ടാണ്?" പക്ഷേ ഉത്തരം മറ്റൊന്നായിരുന്നു, "കാറ്റ് വീശുന്നിടത്തേക്ക്." പ്രശ്നം പറഞ്ഞപ്പോൾ കാറ്റില്ലെങ്കിൽ എവിടെ പോകും എന്ന് ചോദിക്കാൻ ഗുരു പറഞ്ഞു. 3-ാം ദിവസവും ചോദ്യം ആവർത്തിച്ചപ്പോൾ അവൻ മറുപടി പറഞ്ഞു, "ഞാൻ പച്ചക്കറി വാങ്ങാൻ പോകുകയാണ്" എന്ന് പറഞ്ഞു. ഇതുകൊണ്ടാണ് ആ കഥ നിർത്തുന്നത്. പിന്നീട് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യവുമായിട്ടാണ്. അത് ഒരുപാടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഞാൻ പറയണം. ഞാൻ മനസ്സിലാക്കിയ സംഭവങ്ങൾ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമ്മളുടെ ആദ്യം പറയുന്നത് പരീക്ഷയും മറ്റു കാര്യങ്ങളുമാണ്. പരീക്ഷ, പഠിത്തം എന്നൊക്കെ അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പഠിത്തം നമുക്ക് ആവശ്യമാണ്. പക്ഷേ പഠിത്തത്തിൽ വിജയിച്ച ഒരാൾ ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല. ഒരു ജോലി മാത്രമാണോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം? ഇതെല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിലൂടെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്ന് തോന്നി. അപ്പോൾ അതാണെന്ന് പറയുന്നത്. അതായത് നമുക്ക് പഠിക്കുക എന്നുള്ളത്, നമുക്ക് ഒരു അറിവ് നേടുക അല്ലെങ്കിൽ വിജയം ഉറപ്പിക്കുക, അതിനനുസരിച്ചുള്ള ജോലി എന്നതാണ് പഠിത്തത്തിലൂടെ പോകുന്നത്. പക്ഷേ പഠിത്തത്തിനും ജോലിക്കും അപ്പുറം നമുക്ക് വിജയിക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്വയം പര്യാപ്തത നേടേണ്ടതുണ്ട്. ഇല്ല, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരും. ആ പ്രശ്നങ്ങളെ ഓരോന്നും എങ്ങനെ നേരിടണം എന്ന് സ്വയം മനസ്സിലാക്കണം. അതായത് ഇവിടെ ഒരു കുട്ടി മറ്റൊരു കുട്ടിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്ന കുട്ടിക്ക് ചോദ്യം എന്ത് ചോദിക്കണമെന്നറിയില്ല. അവൻ എന്ത് ചെയ്യും? ഗുരുവിനോട് ചെന്ന് ഓരോ പ്രാവശ്യവും എന്ത് ചോദിക്കണമെന്നാണ് ചോദിച്ച് മനസ്സിലാക്കുന്നത്. എന്നിട്ടാണ് രണ്ടാമത്തെ കുട്ടിയോട് വന്ന് ചോദിക്കുന്നത്, അല്ലേ? രണ്ടാമത്തെ കുട്ടി എന്താണ്? അവൻ അപ്പോൾ എന്ത് തോന്നുന്നു അതാണ് അവൻ മറുപടിയായിട്ട് പറയുന്നത്. ശ്രദ്ധിച്ചല്ലോ? അപ്പോൾ ഗുരുവിൽ നിന്ന് കിട്ടുന്നത് മാത്രം ചോദിക്കാൻ ഒരു കുട്ടി തയ്യാറാകുന്നു. മറ്റേ കുട്ടി എന്താണ്? ആ ചോദ്യത്തിന് അപ്പോൾ അവൻ എന്ത് ഉത്തരം പറയണമെന്ന് ആഗ്രഹിക്കുന്നു അവൻ അതങ്ങ് പറയുന്നു, ഇല്ലേ? അങ്ങനെ ഗുരു ഓരോ പ്രാവശ്യവും ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ പറയുന്നു. അങ്ങനെ ചോദിക്കുന്നു. അവസാനം രണ്ടാമത്തെ കുട്ടി പറയുന്നത് എന്താണ്? ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറയുന്നു, അല്ലേ? നമ്മളെപ്പോഴും പഠിത്തത്തിനെ മാത്രം ആശ്രയിച്ച് പഠിക്കുന്നത് മാത്രമാണ് ജീവിതത്തിൽ ഉണ്ടാവുക എന്നൊക്കെ കരുതുന്നത് തെറ്റാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കും ഉണ്ടാവും. ഇന്നിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി, നമുക്ക് ചോദിക്കാൻ ചുറ്റും ആരും കാണില്ല. അപ്പോൾ തന്നെ തീരുമാനം എടുക്കേണ്ട ഒരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആരോടും ചോദിക്കണോ ആരോട് പറയണം എന്നൊന്നും അറിയാൻ പറ്റില്ല. അറ്റ് പ്രസൻറ്റ് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് ആരോട് അഭിപ്രായം ചോദിക്കാനുള്ള സമയം കിട്ടണമെന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശരിയായ രീതിയിൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റണമെങ്കിൽ നമ്മളുടെ ചിന്തകൾ അതിനനുസരിച്ചുള്ളതാവണം. നമുക്ക് അതിനു മുമ്പും ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. അത് നമ്മൾ സ്വയം നേടിയെടുക്കണം, അത്തരത്തിലുള്ള കഴിവ്. തീർച്ചയായിട്ടും, അല്ലേ? അപ്പം ഞാൻ വേണമെങ്കിൽ ബാക്കിയും കൂടെ വായിച്ച് കേൾപ്പിക്കാം. കാണാതെ പാഠങ്ങൾ കൊണ്ട് ഇതുവരെ കാണാത്ത ലോകത്തെ അഭിമുഖീകരിക്കാനാകില്ല. സിലബസും ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം കൃത്യമാക്കുന്നത് പരീക്ഷാ സമ്പ്രദായത്തിൽ മാത്രമാണ്. പഠനമുറിക്ക് വെളിയിൽ
എല്ലാം ഔട്ട് ഓഫ് സിലബസാണ്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ മുൻ വർഷത്തെ ചോദ്യങ്ങൾക്കും മറ്റുള്ളവർ തയ്യാറാക്കിയ ഉത്തരങ്ങളും ഉപകാരപ്പെടും. കറക്റ്റ് കാര്യമാണ്. പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. കാരണം അതൊക്കെ വീണ്ടും ചോദിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ജീവിതത്തിൽ എല്ലാം സ്വയം നേരിടണം. ഒരാൾക്ക് ലഭിക്കുന്ന ചോദ്യങ്ങൾ മറ്റൊരാൾക്ക് ലഭിക്കില്ല. എനിക്കുണ്ടാകുന്ന അനുഭവങ്ങളായിരിക്കില്ല മറ്റൊരാൾക്ക്. അതാണ് അവിടെ പറയുന്നത് അല്ലേ. ഒരു തവണ നേരിട്ട പ്രശ്നങ്ങളെ പിന്നീട് നേരിടുന്നത് ഒരാൾ അഭിമുഖീകരിക്കുന്നത് പോലെ മറ്റൊരാൾക്ക് ഒരു കാര്യത്തിൽ അഭിമുഖീകരിക്കാനാവില്ല. ഒരു പ്രാവശ്യം നമുക്കുണ്ടായ അനുഭവം തന്നെ പിന്നീട് നമുക്ക് ഉണ്ടാവാതിരിക്കാം. ഞാൻ നേരിടുന്ന പോലെ മറ്റൊരാൾ അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും ഒരു പ്രശ്നത്തെ നേരിടുന്നത് അല്ലേ. തത്സമയ സാഹചര്യങ്ങളെ നേരിടാൻ പര്യാപ്തമാകുക എന്നതാണ് എല്ലാ പഠനങ്ങളുടെയും ലക്ഷ്യം. ആർക്കും ആരെയും എല്ലാം പഠിപ്പിക്കാനാകില്ല. ശരിയല്ലേ? കറക്റ്റ് കാര്യമാണ്. നമുക്കിപ്പോൾ ഒരു സാഹചര്യത്തിൽ ഏത് പ്രശ്നത്തെയാണ് നേരിടുന്നത് അത് നമ്മൾ തന്നെയാണ് ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് തീരുമാനിക്കണം. അത് മറ്റൊരാൾക്കൊന്നും പഠിപ്പിച്ചു തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മൾ പക്ഷേ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണ് അത് നോക്കൂ. ടീച്ചേഴ്സ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും, പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കും. പക്ഷേ ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ആർക്കും അങ്ങനെ പഠിപ്പിച്ചു തരാനൊന്നും പറ്റുകയില്ല. പിന്നെ തത്സമ സാഹചര്യങ്ങളെ നേരിടാൻ പര്യാപ്തമാക്കുക എന്ന എല്ലാ പഠനങ്ങളുടെയും ലക്ഷ്യം. ആർക്കും ആരെയും എല്ലാം പഠിപ്പിച്ചു നൽകാനാവില്ല. പക്ഷേ പകരുന്ന പാഠങ്ങൾക്ക് പ്രതിരോധശേഷിയും മുൻകൂട്ടി കാണാനുള്ള ശേഷിയും പകച്ചു നിൽക്കാതെ തീരുമാനമെടുക്കാനുള്ള കഴിവും നൽകാനാകണം. ഒരാൾ നേരിടുന്ന പരീക്ഷകൾക്കും വേറൊരാൾക്കും പരിഹാരം കണ്ടെത്താനാകില്ല. അത് ആത്മസുഹൃത്തിനായാലും ഉപദേശകനായാലും. അതായത് നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം, ഇതൊക്കെ ഞാൻ കറക്റ്റായിട്ട് വേറെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കുണ്ടാകുന്ന പ്രശ്നം അത് നമ്മളുടേത് മാത്രമാണ്. അതൊരിക്കലും ഒരു സുഹൃത്ത് കേട്ടിട്ട് പറയുമ്പോൾ അത് അയാളുടെ കാൽക്കുലേഷനിലൂടെ അയാൾ കണ്ടെത്തുന്നതാണ്. അയാൾക്ക് കറക്റ്റായിട്ട് ഉത്തരം പറയാനാകും. പക്ഷേ അത് അയാൾക്കും ആ ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഉപദേശിക്കുന്നവർക്കായാലും ആ സാഹചര്യം എന്താണ്, നമ്മൾ നേരിടുന്ന സാഹചര്യം എന്താണെന്ന് ഒരിക്കലും മറ്റൊരാൾക്ക് അറിയത്തില്ല. അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അതാണ് ഈ പറയുന്നത്. പിന്നീട് പറയുന്നത് സ്വയം അതിജീവിച്ചേ മതിയാകൂ. സ്വയം പര്യാപ്തം എടുക്കുകയാണ് പഠന പരിശീലന പ്രക്രിയയിലൂടെ കടന്നു പോകുന്നവരുടെ ഉത്തരവാദിത്വം. എന്താണ്? സ്വയം മനസ്സിലാക്കി നമ്മൾ എന്ത് പ്രതിസന്ധിയെയും നേരിടാൻ നമ്മൾ സജ്ജമായി ഇരിക്കുക എന്നുള്ളതാണ് സ്വയം പര്യാപ്തത. സ്വയം ചെയ്യാനുള്ള കഴിവ് ആർജിക്കുക. എന്ത് കാര്യത്തെ നേരിടാനുള്ള കഴിവ്, സ്വന്തമായിട്ട് ഉള്ള ആ കഴിവ് ആർജിച്ചെടുക്കാൻ, മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനും ഓരോ പ്രതിസന്ധികൾ തരണം ചെയ്യുവാനും നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നല്ല ഒരു കാര്യമാണ്. അതിന് ഹെഡിങ് കൊടുത്തേക്കുന്നത് സ്വയം നേരിടേണ്ട പരീക്ഷ എന്നുള്ളതാണ്. വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. കുട്ടികൾക്കൊക്കെ ഇത് വായിച്ചു കഴിഞ്ഞാൽ, ഈ പേജൊന്നും ആരും അങ്ങനെ വായിക്കുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ വായിക്കേണ്ട കുട്ടികൾ വായിക്കും. നിർബന്ധമായിട്ടും വായിപ്പിക്കേണ്ട രക്ഷിതാക്കൾ വായിപ്പിക്കും. കുറച്ചെങ്കിലും കുട്ടികൾക്കത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും കൊടുക്കാം. എപ്പോഴെങ്കിലും അവർക്ക് പ്രയോജനപ്പെടും. ശരിയല്ലേ?